ഏവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബാബ എന്ന ഗ്രന്ഥത്തിലെ വസുദേവ സ്വാമിയെക്കുറിച്ചുള്ള അധ്യായത്തിൻ്റെ 3-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. 2016 മാർച്ചിൽ ഗണേഷ്പുരിയിൽ വെച്ച് മോഹൻജിയുടെ ഒരു വാരാന്ത്യ സത്സംഗമുണ്ടായിരുന്നു. ആ പരിപാടിക്ക് ശേഷം അദ്ദേഹം വസുദേവ സ്വാമിയെ കാണുവാനായി അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെത്തി. സത്സംഗം നടന്നിരുന്ന സ്ഥലത്തു നിന്നും അദ്ദേഹം കുറച്ച് പ്രഭാത ഭക്ഷണം വസുദേവ സ്വാമിക്ക് വേണ്ടി പൊതിഞ്ഞ കയ്യിൽ പിടിച്ചിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലോ ക്ഷേത്രത്തിലോ കണ്ടെത്തുവാൻ സാധിച്ചില്ല. അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം തൻ്റെ അടുക്കളയിൽ കൂനിക്കൂടിയിരുന്ന് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ടു. മോഹൻജിയെ കണ്ട വസുദേവ സ്വാമി അത്യധികം ആനന്ദവാനായി. മോഹൻജി താൻ കൊണ്ടുവന്ന പ്രഭാത ഭക്ഷണം വസുദേവ സ്വാമിക്ക് കൊടുത്തു. അദ്ദേഹം അത് കണ്ട് വളരെയധികം സന്തോഷിക്കുകയും സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ ഒഴുകുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, മോഹൻജി, താങ്കൾ എനിക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. താങ്കൾ എന്നോടൊപ്പം ഇരുന്ന് ഈ ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ താൻ ഭക്ഷണം കഴിച്ചു എന്നും ഇത് മുഴുവനും താങ്കൾക്കുള്ളതാണ് എന്നും മോഹൻജി വസുദേവ സ്വാമിയോട് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അത് കഴിക്കുവാൻ അദ്ദേഹം സമ്മതിച്ചു. ബോംബെയിലെത്തുവാൻ തനിക്ക് തിരക്കുള്ളതുകൊണ്ട് കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം മോഹൻജി പോകുവാനായി അനുവാദം ചോദിച്ചു. ഞങ്ങൾ പോകുവാനായി തുടങ്ങിയപ്പോൾ വസുദേവ സ്വാമി ക്ഷേത്രത്തിൻ്റെ വാതിലിന് പുറത്തേക്ക് ഞങ്ങളെ യാത്ര അയക്കുവാനായി വന്നു. അത് പതിവില്ലാത്തതായിരുന്നു. സാധാരണ ഞങ്ങൾ യാത്ര പറയുമ്പോൾ അദ്ദേഹം തൻ്റെ കട്ടിലിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലിരിക്കുകയാണ് ചെയ്യാറ്. അദ്ദേഹം മോഹൻജിയെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. എൻ്റെ ഗുരുവായ ഭഗവാൻ നിത്യാനന്ദ അങ്ങയോടൊപ്പം സദാസമയവുമുണ്ട്. അദ്ദേഹം അങ്ങയോടൊപ്പം നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നെ വിശ്വസിക്കുക, അങ്ങയ്ക്ക് ഒരു സംശയവും വേണ്ട. അങ്ങ് തീർത്തും പരിപൂർണമായ സംരക്ഷണത്തിനുള്ളിലാണ്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഒരു കാരണവശാലും പ്രതിസന്ധികളെ ഭയപ്പെടരുത്. താങ്കളുടെ നിലനിൽപ്പിന് വലിയ ഒരു ഉദ്ദേശമുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം ആ ഉദ്ദേശത്തേക്കാൾ ചെറുതാണ്. വേർപിരിഞ്ഞപ്പോൾ അദ്ദേഹം മോഹൻജിയോട് വീണ്ടും പറഞ്ഞു, അങ്ങയെപ്പറ്റി ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആ സമയത്ത് കണ്ണുനീരുണ്ടായിരുന്നു. ഒരു മുത്തച്ഛൻ തൻ്റെ പേരക്കുട്ടിയെ അനുഗ്രഹിക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹം. ഈ വാക്കുകൾ ഗണേശാനന്ദഗിരിയുടെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം ഒരിക്കൽ മോഹൻജിയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, എപ്പോഴും ഓർക്കുക, താങ്കൾ എവിടെ പോയാലും ഞാൻ നിന്നോടൊപ്പമുണ്ട്. എൻ്റെ ഗുരുവായ ഷിർദി സായിബാബ എപ്പോഴും താങ്കളുടെ പിന്നിലുണ്ട്. ഞങ്ങൾ യാത്ര പറഞ്ഞപ്പോൾ മോഹൻജി വീണ്ടും പറഞ്ഞു, തിരിഞ്ഞു നോക്കിക്കൊള്ളുക, നന്നായി നോക്കിക്കൊള്ളുക. ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്ര പറയലാണ്. ഞാൻ ഒരിക്കലും ഇനി അദ്ദേഹത്തിൻ്റെ ഈ മനുഷ്യ ശരീരത്തിൽ കണ്ടു എന്ന് വരികയില്ല. എല്ലായ്പ്പോഴും എന്നതുപോലെ വളരെ ദുഃഖകരമായ ആ സത്യം ഉടനെ സംഭവിക്കാൻ പോവുകയായിരുന്നു. മോഹൻജി മധുവിനോട് അദ്ദേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ഇടയ്ക്ക് വാങ്ങിക്കൊടുക്കണമെന്നും നിർദ്ദേശം നൽകി. അതനുസരിച്ച് അടുത്ത മാസങ്ങളിൽ മധു അദ്ദേഹത്തെ പലതവണ അവിടെ ചെന്ന് സന്ദർശിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു. 2016 ജൂലൈയിൽ മോഹൻജി ക്രൊയേഷ്യയിലായിരുന്നപ്പോൾ വസുദേവ സ്വാമിയെ നോക്കിയിരുന്ന ഒരു ഹോമിയോ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഗജാനൻ എന്നായിരുന്നു, മോഹൻജിയെ വസുദേവ സ്വാമിയുടെ മോശമായി കൊണ്ടിരിക്കുന്ന ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യരിലൂടെ അറിയിക്കുകയുണ്ടായി. അദ്ദേഹം മോഹൻജിയെയും സ്വാമിജിയെയും തമ്മിൽ സംസാരിപ്പിക്കുകയും ചെയ്തു. സ്വാമിജിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ ആഗ്രഹമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഭഗവാൻ നിത്യാനന്ദയുടെ കാൽക്കൽ തൻ്റെ ക്ഷേത്രത്തിൽ തന്നെ വെച്ച് തൻ്റെ ജീവൻ വെടിയണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. മോഹൻജി മധുവിനെ വിളിച്ച് സ്വാമിജിയുടെ ആരോഗ്യം തീരെ മോശമാണെന്നും അദ്ദേഹത്തെ ഉടനെ പോയി സന്ദർശിക്കണമെന്നും അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. വളരെ കൃത്യമായ നിർദ്ദേശം മോഹൻജി മധുവിന് നൽകി. നാമെല്ലാം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു കൊടുക്കുക. സ്വാമിജിക്ക് പഴങ്ങളും ഗംഗാജലവും കരിക്കിൻ്റെ വെള്ളവും നൽകുവാൻ മോഹൻജി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായി കഴിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന് അന്വേഷിക്കുവാനും മോഹൻജി മധുവിനെ ചുമതലപ്പെടുത്തി. ഡോക്ടർ ഗജാനനോട് സംസാരിച്ചപ്പോൾ മധുവിന് സ്വാമിജിയുടെ മോശമായി കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തെപ്പറ്റിയുള്ള അറിവ് ലഭിച്ചു. അദ്ദേഹത്തിന് തൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുവാൻ പോലും കഷ്ടപ്പാടാണ് എന്നാണ് അറിയുന്നത്. മധു പിന്നീട് സ്വാമിജിയെ കാണാനെത്തുകയും അദ്ദേഹത്തിൻ്റെ വളരെ മോശമായ ആരോഗ്യസ്ഥിതി കണ്ട് അമ്പരന്ന് പോവുകയും ചെയ്തു. സ്വാമിജി കുറച്ച് ദിവസങ്ങളായി അസുഖബാധിതനാണെന്നും അത് ഗണേഷ്പുരിയിലുള്ള ഒരു അന്നദാനത്തിന് ശേഷം വളരെ മോശമായി എന്നും അറിയിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് വീടിനുള്ളിൽ പോലും നടക്കുവാൻ ബുദ്ധിമുട്ടായി തീർന്നിരുന്നു. അദ്ദേഹത്തിന് തനിക്ക് പോകുവാനുള്ള സമയമായി എന്നറിയാമായിരുന്നു.
അദ്ദേഹം നിത്യാനന്ദ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഒരുപാട് സേവ ചെയ്തു, ഇനി എനിക്ക് പോകുവാനുള്ള അനുമതി തന്നാലും. സ്വാമിജിയോട് മധു അദ്ദേഹത്തിൻ്റെ സമാധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള സംസ്കാരത്തെക്കുറിച്ചും സംസാരിച്ചു. അത്തരം ഒരു സന്ദർഭത്തിൽ ആ സംഭാഷണം അനൗചിത്യമാണെന്ന് തോന്നിയെങ്കിലും സ്വാമി ഗണേശാനന്ദഗിരിയുടെ മഹാസമാധിക്ക് ശേഷം മധുവിന് ഒരു കാര്യം മനസ്സിലായിരുന്നു. മഹാന്മാരായ സാധുക്കൾക്ക് തങ്ങളുടെ മരണം എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് അവരുടെ സമാധിയെപ്പറ്റി അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ സമാധിയെപ്പറ്റി ആരാണ് ശ്രദ്ധിക്കുന്നത്? അങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എന്താണ്? എൻ്റെ ശരീരം ദഹിപ്പിച്ചാൽ മതി. തൻ്റെ ചിതാഭസ്മത്തിൻ്റെ ഒരു പങ്ക് നാസിക്കിലുള്ള ഗോദാവരിയിലും മറ്റേ പങ്ക് ഋഷികേശിലുള്ള ഗംഗയിലും ഒഴുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തൻ്റെ പേരിൽ അന്നദാനം നടത്തണമെന്നും അദ്ദേഹം മധുവിനോട് ആവശ്യപ്പെട്ടു. മധു താൻ കൊണ്ടുവന്ന ഗംഗാജലം സ്വാമിജിക്ക് നൽകി. അത് അദ്ദേഹം നന്ദിപൂർവ്വം സ്വീകരിച്ചു. ഇത് എനിക്കുള്ള മരുന്നാണ് എന്ന് അദ്ദേഹം നന്ദിപൂർവ്വം പറഞ്ഞു. അപ്പോൾ മൺസൂൺ കാലമായിരുന്നു. മധുവിന് അവിടെ എത്താനും ഗംഗാജലം സംഭരിക്കുവാനും അത് സ്വാമിജിക്ക് നൽകുവാനുമുള്ള സന്ദർഭത്തിനു വേണ്ടി മഴ കുറച്ചു നേരത്തേക്ക് മാറി നിന്നു. പിന്നീട് മോഹൻജി പറഞ്ഞു, അത് നാഥലീലയുടെ ഒരു വിശേഷതയാണ്. കൃത്യസമയത്ത് തന്നെ അവിടെ എത്താനും അദ്ദേഹത്തിന് ഗംഗാജലവും പഴങ്ങളും നൽകുവാനും മധുവിന് സാധിച്ചത് അതുകൊണ്ട് മാത്രമാണ്. അവിടെ സന്ദർശിച്ച് അദ്ദേഹത്തിന് ഗംഗാജലം നൽകിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സഹായിയെ അദ്ദേഹത്തെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് മധു തൽക്കാലം അവിടെ വിട്ടു. ആരെയും മുൻകൂട്ടി അറിയിക്കാതെയാണ് അടുത്ത ദിവസം മധു ക്ഷേത്ര ദർശനത്തിനെത്തിയത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു കടക്കാരനോട് സ്വാമിജി മധുവിൻ്റെ സന്ദർശനത്തെപ്പറ്റി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ഒരു ചിന്തയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഹനുമാൻജിയെയും വരുത്തുവാൻ കഴിവുള്ള ആ നാഥ മാസ്റ്റർക്ക് ഇതെല്ലാം ഒരു ചെറിയ ബാലലീലകൾ മാത്രമായിരുന്നു. മധു സ്വാമിജിക്ക് വേണ്ടി പ്രഭാത ഭക്ഷണവും ഗംഗാജലവും കൊണ്ടുവന്നിരുന്നു. സ്വാമിജി ഉടനെ തന്നെ ആ ഗംഗാജലം വാങ്ങി കുടിക്കുകയും താൻ പ്രഭാത ഭക്ഷണം പിന്നീട് കഴിച്ചുകൊള്ളാം എന്നറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് മധു ശ്രദ്ധിച്ചത്, സ്വാമിജി തലേദിവസത്തേനേക്കാൾ പ്രസരിപ്പോടെ കാണപ്പെട്ടു. പിന്നീട് മോഹൻജി ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. തൻ്റെ ശരീരം വിട്ടുപോകുന്നതിന് മുമ്പ് ഒരു ആത്മാവ് നന്നായി പ്രകാശിക്കുന്നതിൻ്റെ ലക്ഷണമായിരുന്നു അത്. തൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തുക അടങ്ങിയിരിക്കുന്ന ചെക്ക് താൻ ട്രസ്റ്റിന് കൈമാറിയിട്ടുണ്ട് എന്ന് സ്വാമിജി പറഞ്ഞു. അദ്ദേഹം തൻ്റെ കബോർഡിലുണ്ടായിരുന്ന പല ധോത്തി, അതായത് വസ്ത്രങ്ങളും മോഹൻജി ഫാമിലിയിലെ പലർക്കുമായി നൽകുവാൻ ആഗ്രഹിച്ചു. അത് നൽകുകയും ചെയ്തു. എത്ര വലിയ അനുഗ്രഹമായിരുന്നു അത്! നാഥസമ്പ്രദായത്തിൻ്റെ കൃത്യതയെക്കുറിച്ച് മധു അതിശയിച്ചു. തലേ ദിവസം കണ്ട് ദുഃഖം നിറഞ്ഞ അന്തരീക്ഷമാകെ മാറിയിരിക്കുന്നു. സ്വാമി വളരെ പ്രായോഗിക ബുദ്ധിയോടുകൂടി യാതൊരു അസംബന്ധങ്ങളുമില്ലാതെ തൻ്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നാഥസമ്പ്രദായത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഈ ഒരു സമയത്തിൽ നിന്ന് വേണ്ടതെല്ലാം ചെയ്യുകയാണ്. യാതൊരു വൈകാരിക നാടകങ്ങളുമില്ല. എല്ലാം വളരെ കൃത്യതയോടെ ചെയ്യുന്നു. മധു പിറ്റേന്ന് പുറപ്പെടുവാനായി തയ്യാറെടുക്കുകയായിരുന്നു. ഒരു ദിവസം കൂടി അവിടെ നിൽക്കുവാനായി സ്വാമിജി ആവശ്യപ്പെട്ടു. പിറ്റേന്ന് ഈദിൻ്റെ അവധിയായതുകൊണ്ട് മധുവിന് അവിടെ തങ്ങുവാനും കുറച്ചു സമയം സ്വാമിജിയോടൊപ്പം ചെലവഴിക്കാനും സാധിച്ചു. സ്വാമിജി ഗംഗാജലം 2 തവണയായി കുടിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ശരീരം വിടുന്നതിനുള്ള മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു അത്. സ്വാമിജി ഒരു രുദ്രാക്ഷമാല, അതായത് ചില ഭക്തർ നൽകിയ രുദ്രാക്ഷമാല കൂടി ധരിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഭഗവാൻ നിത്യാനന്ദയുടെ മധ്യാഹ്ന ആരതി അവസാനിക്കുന്ന 12:30 തന്നെ തനിക്ക് ഭക്ഷണം തരുവാനായി മധുവിനോട് വസുദേവ സ്വാമിജി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് അങ്ങനെ സ്വാമിജിക്ക് ഭക്ഷണം നൽകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. മധുവിന് തിരികെ പോകേണ്ടതുള്ളതുകൊണ്ട് വസുദേവസ്വാമിയുടെ കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയതിനു ശേഷം അദ്ദേഹം അവിടെ വിട്ടു. ഈ സമയമായപ്പോഴേക്കും സ്വാമിജിയുടെ ആരോഗ്യനിലയെപ്പറ്റി അറിഞ്ഞ ധാരാളം മോഹൻജി ഡിവോട്ടീസ് അവിടെ സന്ദർശിക്കുവാൻ എത്തിയിരുന്നു. സ്വാമിജിയുടെ ആരോഗ്യസ്ഥിതി മോശമായി തന്നെ തുടർന്നു. അങ്ങനെ ജൂലൈ 12 ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി തൻ്റെ ആഗ്രഹം പോലെ തന്നെ ഭഗവാൻ നിത്യാനന്ദയുടെ ക്ഷേത്രത്തിൽ വച്ച് അദ്ദേഹം മഹാസമാധി കൈവരിച്ചു. പ്രതീക്ഷിച്ചതായിരുന്നുവെങ്കിലും സ്വാമിജിയുടെ മഹാസമാധി ഞങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറച്ചു. പക്ഷേ അദ്ദേഹത്തിനോടുള്ള വാഗ്ദാനത്തിനായിരുന്നു അപ്പോൾ പ്രാമുഖ്യം. അന്നദാനത്തിന് അന്ന് ഒഴിവുള്ള സമയമായിരുന്നില്ല. ജൂലൈ നല്ല തിരക്കുള്ള സമയമായിരുന്നു. പക്ഷേ ഗുരുകൃപാ കടാക്ഷത്താൽ അന്നദാനത്തിന് പറ്റിയ ഒരു സ്ഥലം കിട്ടുകയും ഞങ്ങൾ അന്നദാനം നടത്തുകയും ചെയ്തു. സ്വാമിജിയുടെ ചിതാഭസ്മം വിശുദ്ധ നദികളിൽ ഒഴുക്കുക എന്നുള്ള ചടങ്ങായിരുന്നു അടുത്തത്. മോഹൻജി വളരെ കൃത്യമായി മധുവിനോട് സ്വാമിജിയുടെ ചിതാഭസ്മം
ശേഖരിക്കുവാനായി ആവശ്യപ്പെട്ടു. 3 പേരെയാണ് മധു അതിന് ചുമതലപ്പെടുത്തിയത്. കാരണം മധു ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. ആ 3 പേരിൽ ഒരാൾ ഡോക്ടർ ഗജാനനൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു. ഒന്ന് സ്വാമിജിയുടെ സഹായിയും മറ്റേത് അടുത്തുള്ള ഒരു കടക്കാരനുമായിരുന്നു. പക്ഷേ ചിതാഭസ്മത്തെക്കുറിച്ച് അന്വേഷിക്കുവാനായി ഫോൺ ചെയ്ത മധുവിന് വളരെ വലിയ ഒരു ആഘാതമാണുണ്ടായത്. ആ 3 പേരിൽ 2 പേരും സ്വാമിജിയുടെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കിക്കഴിഞ്ഞിരുന്നു. സ്വാമിജിയുടെ ചിതാഭസ്മം തങ്ങളുടെ കയ്യിൽ വയ്ക്കുന്നത് അശുഭകരമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. സ്തബ്ധനായിപ്പോയ മധു പെട്ടെന്ന് തന്നെ 3-മത്തെയാളെ, അതായത് അടുത്തുള്ള കടക്കാരനെ വിളിച്ചു. ഗുരുവിൻ്റെ കൃപ കൊണ്ട് അദ്ദേഹം ചിതാഭസ്മം തൻ്റെ കയ്യിൽ തന്നെ വച്ചിരുന്നു. പക്ഷേ അയാളും അടുത്ത ദിവസം തന്നെ അത് പുഴയിൽ ഒഴുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. മധുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ചിതാഭസ്മം അദ്ദേഹം വരുന്നതുവരെ സൂക്ഷിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തു. നാഥ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം അല്ലെങ്കിൽ വസുദേവ സ്വാമിജിയോടുള്ള ഞങ്ങളുടെ വാഗ്ദാനം നിറവേറ്റാൻ കഴിയാതെ വന്നേനെ. തൻ്റെ അടുത്ത സന്ദർശനത്തിന് മോഹൻജി വസുദേവ സ്വാമിയോടുള്ള ബഹുമാനാർത്ഥം മറ്റൊരു അന്നദാനം സംഘടിപ്പിച്ചു. അത് ബദ്രിനാഥിലായിരുന്നു. അവിടെ നിന്ന് തിരികെ വരുമ്പോൾ മോഹൻജി വസിഷ്ഠ ഗുഹയിൽ തങ്ങുകയും വിശുദ്ധയായ ഗംഗാനദിയിൽ മുങ്ങിയതിനു ശേഷം വസുദേവ സ്വാമിയുടെ ചിതാഭസ്മം അതിലൊഴുക്കുകയും ചെയ്തു. ഗംഗയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മോഹൻജി പറഞ്ഞു, ഞാൻ എൻ്റെ കടമ ചെയ്തു. അവിടെ നിന്നും അദ്ദേഹം കൈലാസ് മാനസരോവർ യാത്രയ്ക്കാണ് പോയത്. അവിടെ വെച്ച് വസുദേവ സ്വാമിയുടെ ഒരു ചിത്രം കൈലാസ പർവ്വതത്തിന് സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം മാനസ സരോവറിൽ നിമജ്ജനം ചെയ്യുകയും ചെയ്തു. വസുദേവ സ്വാമിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഭഗവാൻ നിത്യാനന്ദയുടെ ചൈതന്യത്തിൽ ലയിച്ച് ഉന്നത തലങ്ങളിൽ എത്തിയിരിക്കുകയാണ് എന്നും ഞങ്ങൾക്കറിയാം. ഇത്ര എളിമയുള്ള ഇത്ര മഹാനായ ഒരു ഭക്തനെ പരിചയപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുവാനും ഞങ്ങൾക്ക് സാധിച്ചതിന് ഞങ്ങൾ മോഹൻജിയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. എളിമയുടെയും ഭക്തിയുടെയും നിറകുടമായ അദ്ദേഹം എല്ലാവർക്കും ഒരു മാതൃകയാണ്. സ്വന്തം ഗുരുവിൽ അചഞ്ചലമായ വിശ്വാസമർപ്പിക്കുവാനും നിസ്വാർത്ഥമായി എല്ലാ സേവയും ഏറ്റെടുക്കുവാനും അത് ഗുരുവിനെ സമർപ്പിക്കുവാനുമുള്ള ഉദാഹരണമാണ് ശ്രീ വസുദേവ സ്വാമി. സജ്ജനങ്ങളെ, വസുദേവ സ്വാമിയെക്കുറിച്ചുള്ള ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.